ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോപമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 69 മുതൽ 72 വരെയുള്ള ശ്ലോകം നോക്കാം. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഃ. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഃ. യാ നിശാ സർവഭൂതാനാം, സർവഭൂതാനാം എല്ലാ ജീവജാലങ്ങൾക്കും എന്തോന്നാണോ നിശ രാത്രി, തസ്യാം ആ സമയത്ത് ജാഗർത്തി സംയമി ഒരു യോഗി ഉണർന്നിരിക്കുന്നു. യസ്യാം ജാഗ്രതി ഭൂതാനി ഏതൊന്നിലേക്കാണോ ജീവജാലങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും ഉണർന്നിരിക്കുന്നത്, സാ നിശ പശ്യതഃ മുനേഃ അത് ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം രാത്രിയാകുന്നു. സർവജീവികൾക്കും ഇരുട്ട് നിറഞ്ഞ രാത്രിയായി തോന്നുന്നതെന്തോ അതിൽ ഒരു യോഗി ഉണർന്നിരിക്കുന്നു. യാതൊന്നിൽ ജീവികൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു, അത് യോഗിയെ സംബന്ധിച്ചിടത്തോളം രാത്രിയായും അനുഭവപ്പെടുന്നു. അതായത് ഏതൊരു വസ്തുവിലേക്കാണോ സാധാരണ ജനങ്ങൾ ഉണർന്നിരിക്കുന്നത്, ആ ഭൗതികമായ വസ്തുക്കൾ എല്ലാം ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം വർജ്യങ്ങളാണ്. അത് യോഗിക്ക് ആവശ്യമുള്ളതല്ല. എന്നാൽ ഏതൊന്നിലേക്കാണോ ഒരു യോഗി ഉണർന്നിരിക്കുന്നത്, അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ആവശ്യമില്ലാത്തതാകുന്നു. സാധാരണ ജനങ്ങളുടെ താല്പര്യങ്ങൾ മിക്കവാറും ഭൗതികങ്ങളായ നേട്ടങ്ങളെക്കുറിച്ചായിരിക്കും. എന്നാൽ ഈ ഭൗതികങ്ങളായ നേട്ടങ്ങളെക്കുറിച്ചൊന്നും ഒരു യോഗി ഒരിക്കലും ചിന്തിക്കാറില്ല, വ്യാകുലപ്പെടാറില്ല, അല്ലെങ്കിൽ അതിനായി പരിശ്രമിക്കാറുമില്ല. എന്നാൽ ഒരു യോഗി ഏതൊരു വിഷയമാണോ നേടണം എന്ന് ആഗ്രഹിക്കുന്നത്, അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്തതുമാണ്. നമുക്കെല്ലാം ഇപ്പോൾ ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ വഴി നടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു സ്വർണ്ണമാല കിടക്കുകയാണെങ്കിൽ നമ്മളിൽ മിക്കവരും ചാടി വീണതെടുക്കും. എന്നാൽ ഒരു യോഗിയാണ് ഈ കാഴ്ച കാണുന്നതെങ്കിൽ അദ്ദേഹം അതെടുക്കാതെ നടന്നു പോകും. കാരണം ഇങ്ങനെയുള്ള വസ്തുക്കളിലൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. വാസ്തവം പറഞ്ഞാൽ യഥാർത്ഥ യോഗികളും കൂടി ആയിരിക്കണം. ഇക്കാലത്തെല്ലാം നമ്മൾ കാണുന്ന യോഗികൾ അത്രയേറെ ഗുണനിലവാരം ഉള്ളവരാണെന്ന് നമുക്ക് തീർത്ത് പറയാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. എന്നിരുന്നാലും യഥാർത്ഥത്തിലുള്ള യോഗികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം പരമാത്മ ഐക്യമാണ്. അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവാത്ത ഒരു വസ്തുതയാണ്. അതേസമയം അവിടെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഒരു യോഗിയുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ അയാളത് ആർത്തിയോടെ സ്വീകരിക്കും. എന്നാൽ അതേ പുസ്തകം തന്നെ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം താല്പര്യമില്ലാത്ത ഒരു വസ്തുവായിരിക്കും. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസമായിട്ട് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. യാ ദിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി
യസ്യാം ജാഗൃതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഃ ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രം ആപഃ പ്രവിശന്തി യദ്വത് തദ്വത് കാമാ യം പ്രവിശന്തി സർവേ സ ശാന്തിം ആപ്നോതി ന കാമകാമീ. ആപൂര്യമാണം അചലപ്രതിഷ്ഠം, ആപൂര്യമാണം നിറഞ്ഞ് അചലപ്രതിഷ്ഠം ചലിക്കാതെ സ്ഥിരമായി നിൽക്കുന്ന സമുദ്രം, ആ സമുദ്രത്തിലേക്ക് ആപഹ ജലം പ്രവിശന്തി യദ്വത്, എപ്രകാരമാണോ ജലം പ്രവേശിക്കുന്നത് തദ്വത് അപ്രകാരമാണ് കാമാഹ യം പ്രവിശന്തി സർവേ സഹ ശാന്തിമാപ്നോതി. അപ്രകാരമാണ് കാമങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെല്ലാം ഏതൊരാളിൽ പ്രവേശിച്ചാലാണോ ശാന്തിയെ പ്രാപിക്കുന്നത് ആ ആൾ യോഗിയാണ്. ന കാമകാമി, എന്നാൽ ഭൗതികങ്ങളായ ആഗ്രഹങ്ങളെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ, അയാളിലേക്കാണ് ഈ പറഞ്ഞ ആഗ്രഹങ്ങൾ ചെല്ലുന്നതെങ്കിൽ അവിടെ ശാന്തിയെ പ്രാപിക്കുന്നില്ല. അയാളിൽ കൂടുതലായിട്ട് ആ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനുള്ള അഭിവാഞ്ചയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏതൊരാളിലേക്കാണോ ഈ ആഗ്രഹങ്ങൾ എല്ലാം പ്രവേശിച്ചിട്ട് ശാന്തിയെ പ്രാപിക്കുന്നത് അയാൾ ഒരു യോഗിയും, അല്ലാതെ ഏതൊരാളിലേക്കാണോ ഈ ആഗ്രഹങ്ങളെല്ലാം പ്രവേശിച്ചിട്ട് അയാളെ വീണ്ടും ഭൗതികതയ്ക്ക് പിന്നാലെ വായിക്കുന്നത് അത് ഭൗതികനുമാണ് എന്ന് നമുക്കിവിടുന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആരിലേക്കാണോ ഈ കാമനകളൊക്കെ പ്രവേശിച്ചിട്ട് ശാന്തിയെ പ്രാപിക്കുന്നത് അയാൾ യോഗിയായും, ശാന്തിയെ പ്രാപിക്കാത്ത ഒരാൾ എന്ന് പറയുമ്പോൾ അത് ഭോഗിയായും, അല്ലെങ്കിൽ അയാൾ ശാന്തിയെ പ്രാപിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നാനാ നദികളിലെയും ജലം സമുദ്രത്തിൽ പ്രവേശിച്ചാലും സമുദ്രത്തിന് പ്രത്യക്ഷമായിട്ട് മാറ്റമൊന്നും വരുന്നില്ല. വന്നുചേർന്ന ജലമെല്ലാം സമുദ്രത്തിൽ ലയിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് എല്ലാ ആഗ്രഹങ്ങളും ഒരു ബ്രഹ്മനിഷ്ഠനായ യോഗിയിലേക്ക് പ്രവേശിക്കുന്നതോടെ ആ ബ്രഹ്മനിഷ്ഠയിൽ തന്നെ ഈ ആഗ്രഹങ്ങൾ, ഈ കാമനകൾ ഒക്കെ ലയിച്ചു പോകുന്നു. എന്നാൽ ഈ കാമനകൾ ഒന്നും ആ യോഗിയിൽ യാതൊരു മാറ്റവും വരുത്തുന്നുമില്ല. യോഗി അപ്പോഴും മുൻപത്തെ പോലെ തന്നെ ശാന്തനായി നിലകൊള്ളുന്നു. എന്നാൽ കാമങ്ങളെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ കാമനകൾ ഒക്കെ വല്ലാത്ത പ്രക്ഷുബ്ധമായ അവസ്ഥയെ സംജാതമാക്കും. അപ്പോൾ ഏതൊരു യോഗിയാണോ ഇപ്രകാരം ആ കാമനകളെയൊക്കെ തന്നിലേക്ക് പ്രവേശിച്ചാലും യാതൊരു മാറ്റവുമില്ലാതെ ഇരിക്കാൻ കഴിയുന്നത്, അയാൾ ശാന്തിയെ പ്രാപിക്കുകയും മറ്റേയാൾ ഈ ഭൗതികതയിൽ മുഴുകി ജന്മജരാമൃത്യുവിലൊക്കെ പെട്ട് ഉഴലുകയും ചെയ്യും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. വിഹായ കാമാൻ യഃ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹഃ നിർമമോ നിരഹങ്കാര സശാന്തിമധിഗച്ഛതി. വിഹായ കാമാൻ യഃ സർവാൻ പുമാൻ ചരതി നിസ്പൃഹഃ നിർമമഃ നിരഹങ്കാരഃ സഹ ശാന്തിം അധിഗച്ഛതി. യഹ ഏതൊരാളാണോ വിഹായ കാമാൻ സർവാൻ എല്ലാ കാമനകളെയും ഉപേക്ഷിച്ചിട്ട് പുമാൻ ചരതി നിസ്പൃഹ ഏതൊരു മനുഷ്യനാണോ യാതൊരു ആശകളും കൂടാതെ സഞ്ചരിക്കുന്നത്, നിർമമഃ മമത്വം ഇല്ലാതെ, നിരഹങ്കാരഃ ഞാൻ എന്നുള്ള ആ ഭാവം ഇല്ലാതെ ആരാണോ സഞ്ചരിക്കുന്നത് സഹ അയാൾ ശാന്തിം അധിഗച്ഛതി ശാന്തിയെ പ്രാപിക്കുന്നു.
അപ്പോൾ ഏതൊരു പുമാനാണോ എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് നിസ്പൃഹനായി, യാതൊന്നിലും ആഗ്രഹമില്ലാത്തവനായി, നിർമമനായി, മമത്വം എൻ്റേതെന്നും ഞാനെന്നും ഉള്ള ബോധമില്ലാതെ, നിരഹങ്കാര, അഹം കർത്ത ഇതി അഹങ്കാര എന്നാണ് പറയുന്നത്. ഞാൻ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നിരഹങ്കാര. അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള ബോധത്തോടുകൂടി നടക്കുന്ന ഒരാൾ, അയാൾ ശാന്തിം അധിഗച്ഛതി, അയാൾ ശാന്തിയെ പ്രാപിക്കുന്നു. അപ്പോൾ ഏതൊരു യോഗനിഷ്ഠനായ മനുഷ്യനാണോ എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് യാതൊന്നിനോടും ഒരു പ്രതിപത്തിയും ഇല്ലാത്തവനായിട്ട്, എൻ്റേതെന്നും ഞാനെന്നും ഉള്ള ബോധം ഒക്കെ പൂർണ്ണമായി ത്യജിച്ചവനായിട്ട്, ഒട്ടും അഹങ്കാരമില്ലാത്തവനായിട്ട് ചരിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയുന്നത്, സഹ അയാൾ ശാന്തിയും അധിഗച്ഛതി, ശാന്തിയെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ശാന്തിയെ പ്രാപിക്കുവാനായിട്ട് നമുക്കുള്ള തടസ്സങ്ങളെക്കുറിച്ച് ഭഗവാൻ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ആഗ്രഹങ്ങളും, ഈ ആഗ്രഹങ്ങളെല്ലാം നമ്മളെ ശാന്തിയെ പ്രാപിക്കുന്നതിൽ നിന്ന് തടയുന്നവയാണ്. അതുപോലെ തന്നെ നിസ്പൃഹ എന്ന് പറഞ്ഞാൽ യാതൊന്നിനോടും പ്രതിപത്തിയില്ലാത്തത്. അപ്പോൾ നമുക്ക് ഓരോ ഭൗതിക വസ്തുക്കളോടുമുള്ള പ്രതിപത്തി എന്ന് പറയുന്നതും മോക്ഷമാർഗത്തിനൊരു തടസ്സമാണ്. പിന്നെ മമത്വം, എൻ്റേതെന്നും ഞാനെന്നും ഉള്ള ബോധം. എൻ്റേതെന്ന് പറയാൻ നമുക്ക് ധാരാളം വസ്തുക്കളുണ്ട്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ കാറ്, ഇങ്ങനെയുള്ള എൻ്റേതെന്നുള്ള ധാരാളം വസ്തുക്കളുണ്ട്. ഇവയെല്ലാം ഉപേക്ഷിക്കാൻ ആർക്കാണ് കഴിയുന്നത്? അവരാണ് പരമഗതിയെ പ്രാപിക്കുന്നത് എന്ന് പറയുന്നു. നിരഹങ്കാര, അഹങ്കാരം എന്ന് പറയുന്നത് ഞാനാണ് ഈ കാണുന്നതെല്ലാം ചെയ്തത്, ഞാനാണ് ഇതിൻ്റെ എല്ലാം അധിപൻ എന്നുള്ള ആ ഒരു ബോധം സദാസമയം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഭൗതികതയിലേക്കാണ്, മോക്ഷമാർഗത്തിലേക്കല്ല. അപ്പോൾ ശാന്തിയെ പ്രാപിക്കണം എന്ന് ആഗ്രഹം ഉള്ള ഒരാൾ നിശ്ചയമായും ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. അപ്രകാരമുള്ള നിഷ്ഠകളെ ആർക്കാണോ പ്രാപിക്കാൻ സാധിക്കുന്നത് അയാൾ മാത്രമാണ് യോഗമാർഗത്തിലേക്ക് മുന്നോട്ട് വരാനായിട്ട് യോഗ്യതയുള്ളവർ. അല്ലാത്തവർ ഭൗതികതയിൽ വീണ്ടും മുഴുകി സംസാര ചക്രത്തിൽപ്പെട്ട് ഉഴലുക എന്നതേ ചെയ്യാനുള്ളൂ. വിഹായ കാമാന്യ സർവാൻ പുമാം ശരതി നിസ്പൃഹ നിർമമോ നിരഹങ്കാര സശാന്തിമധിഗച്ഛതി. യേഷാം ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാം അന്ധകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. യേഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ ന ഏനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ അസ്യാം അന്ധകാലേ അപി ബ്രഹ്മനിർവാണം ഋച്ഛതി. യേഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ, അല്ലയോ പാർത്ഥാർജുന, യേഷാ ബ്രാഹ്മീ സ്ഥിതി, ഈ ബ്രഹ്മനിഷ്ഠ ആകുന്ന അവസ്ഥയെ പ്രാപിക്കുന്നവർ ന ഏനാം പ്രാപ്യ വിമുഹ്യതി, ഏനാം പ്രാപ്യ, ഇതിനെ പ്രാപിച്ചിട്ട് ന വിമുഹ്യതി, അവർ മോഹിതരാകുന്നില്ല. സ്ഥിത്വാ അസ്യാം അന്ധകാലേ അപി, ഇതിലെ ഈ ബ്രഹ്മനിഷ്ഠയിൽ ഇരുന്നു കഴിഞ്ഞാൽ അത് അവസാനത്തെ കാലത്താണ് എങ്കിൽ പോലും ബ്രഹ്മനിർവാണം ഋച്ഛതി, ബ്രഹ്മപദത്തെ പ്രാപിക്കുവാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ബ്രഹ്മനിഷ്ഠ എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തെ ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബ്രഹ്മനിഷ്ഠയിൽ നിൽക്കുന്ന യോഗനിഷ്ഠന്മാർ ഇതിനെ പ്രാപിച്ചിട്ട് മോഹിക്കുന്നില്ല, അല്ലെങ്കിൽ മോഹവലയത്തിൽ പെട്ടുഴലുന്നില്ല. അസ്യസ്തിത്വം, ഇതിൽ എത്തിച്ചേരാനായിട്ട് അന്ധകാലേ അഭി, അവസാന കാലത്തെങ്കിലും സാധിക്കുന്നവർ ബ്രഹ്മനിർവാണം ഋച്ഛതി, ആ ബ്രഹ്മനിഷ്ഠയെ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തെ അല്ലെങ്കിൽ ബ്രഹ്മ സായുജ്യത്തെ പ്രാപിക്കുന്നു.
യേഷാം ബ്രാഹ്മേ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാം അന്ധകാലേവി ബ്രഹ്മനിർവാണമൃച്ഛതി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.